ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീറോസ് ടോക്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് തുടക്കക്കാർക്ക്, അതായത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട്, ഇപ്പോൾ ഞാനൊക്കെ ഹെയർ ബോയുടെ ആ ഒരു സംഭവം ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ഉണ്ടാക്കിയ രണ്ട് സംഭവങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എൻ്റെ തലയിൽ ഇതുപോലത്തെ ഒരു ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ ഹെയർ ബോയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ രണ്ട് ഹെയർ ബോ ചെയ്തിരിക്കുന്ന ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ തുണികൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു പലാസോ പാൻറ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ബാക്കി വന്ന കുറച്ച് പോർഷനാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഹെയർ ബോയും ഹെയർ ക്ലിപ്പും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേസ്റ്റായി കിടക്കുന്ന കട്ട് പീസ് തുണികളിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഹെയർ അക്സസറീസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇനി തയ്യൽക്കടയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ കട്ട് പീസ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിക്കാൻ നമുക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഹെയർ ബോയും ഹെയർ ക്ലിപ്പും ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ എൻ്റെ ഒരു പലാസോയുടെ പാൻറ്റ് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 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 2.5 മീറ്റർ തുണി ഞാൻ എനിക്ക് അത്യാവശ്യം വണ്ണമുള്ള ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തുണിയിൽ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞൊരു കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു, കട്ട് പീസ് തുണികൾ. അപ്പോൾ അത് ഞാൻ ആ തയ്ക്കുന്ന ചേച്ചിയോട് ചോദിച്ചിട്ട് ഇതുപോലെ വാങ്ങിച്ചിട്ട്, അപ്പോൾ അത് നല്ല തുണിയാണ് കേട്ടോ, ഇതുപോലെ നല്ല കോട്ടൻ്റെ നല്ല തുണിയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ മൂന്നായിട്ട് ഇങ്ങനെ മടക്കിയിട്ട്, ഇപ്പോൾ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട്, നമ്മളിവിടെ സ്റ്റിച്ചൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ മടക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബോയുടെ ആ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഞാൻ നൂലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വുളൻ ത്രെഡാണ്, നൂല് ഞാൻ എടുക്കാൻ പോയി പക്ഷേ നൂല് കണ്ടില്ല. വുളൻ ത്രെഡ് വെച്ച് ഇങ്ങനെ ബോ പോലെ ഇങ്ങനെ ക്രിയേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നടുക്കാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു പോമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോക്കറ്റോ എന്തെങ്കിലും മുത്തുകളോ എന്തെങ്കിലും ഇങ്ങനെ ആ ഒരു കെട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ബ്ലൂ കളർ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ പിന്നെ അത് കണ്ടത്. അപ്പോഴത്തേക്കും ഞാനത് ഒട്ടിച്ചു പോയി. പിന്നെ ഇളക്കുമ്പോഴത്തേക്കും വൃത്തികേടാവുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് ഇളക്കിയില്ല. അപ്പം ഞാൻ ഈ തുണിയാണെങ്കിൽ ഇങ്ങനെ ഏതോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന്, പത്തനംതിട്ടയുള്ള രാജൻസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പം പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വാങ്ങിച്ചൊരു തുണിയായിരുന്നു. അപ്പം നമ്മുടെ ഹെയർ ബോ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ബോയിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ബോ സെറ്റായി. ഇനി ഞാൻ ഇതുപോലെ സ്ലൈഡയിൽ കൂടെ ക്ലിപ്പ് കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ ടിക് ടാക്ക് പോലത്തെ ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ഒരു ക്ലിപ്പ് കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് ജസ്റ്റ് മടക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ മുറുക്കി വേണം കെട്ടിടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വുളൻ ത്രെഡ് വെച്ച് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം അതും നമ്മുടെ സെറ്റായിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ ഒരു ടിക് ടാക്ക് ക്ലിപ്പിലോട്ടോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ നമുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല ഇതായിരിക്കും. അപ്പോൾ എനിക്കിവിടെ ഞാൻ അലിഗേറ്റർ ക്ലിപ്പാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ മൊത്തം വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ആമസോണിലും മോട്ടി എന്ന് പറഞ്ഞ സ്റ്റോറിലും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ സംഭവം നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ മെഷീനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് എടുക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ കെട്ടിട്ടിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രസ്സിനനുസരിച്ചുള്ള ഹെയർ ബോയും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഞാനിങ്ങനെ ഒരു പോം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന പശ ഞാൻ വീണ്ടും പറയുന്നത് ഫെവി ബോണ്ടാണ്. അപ്പം എനിക്കത് യൂസ് ചെയ്തിട്ട് നല്ല പശയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവരവർക്ക് കംഫർട്ടബിൾ അനുസരിച്ച് ഏത് പശ ഹെൽപ്ഫുള്ളെന്ന് വെച്ചാൽ അതനുസരിച്ച് യൂസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇതുപോലെ നമ്മൾ ഈ തുണിയൊക്കെ തയ്ക്കാൻ കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ട് പീസ് തുണികളൊക്കെ ചോദിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ടിക് ടാക്കും സെറ്റായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ തയ്ക്കുന്ന ആൻറ്റിയുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയും, അവിടെ കടമ്പനട്ടയാട്ടോ തയ്ക്കുന്നത്. അവിടുത്തെ ഒരു സ്റ്റിച്ചിങ് അവിടെയാണ് ഞാൻ തയ്ക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആൻറ്റി ആണെങ്കിൽ സൂപ്പറായിട്ട് തയ്ക്കും. അപ്പം ആ ആൻറ്റിയോട് എപ്പോഴും ഞാനിങ്ങനെ പറയും, കട്ട് പീസ് തുണികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം, എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയും. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ മാലയും കമ്മലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അതൊക്കെയാണ് നിങ്ങൾ ഓരോ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ആ തുണികളൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ സിമ്പിളായിട്ട് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ക്ലിപ്പ് ഒരു സെറ്റ്. ക്ലിപ്പ് ഞാനിവിടെ അടുത്തൊരു സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം അതിവിടുത്തെ ഒരു വലിയൊരു ഷോപ്പാട്ടോ അത്.
അപ്പം ഈ നമ്മുടെ ക്ലിപ്പും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ 2 സംഭവങ്ങളും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനതിങ്ങനെ നല്ല രീതിയിൽ പ്രസ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ അത് പെട്ടെന്നങ്ങ് ഇളകിപ്പോരും. നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം നമ്മളത്, എന്നിട്ട് കുറച്ച് നേരം നമ്മൾ അനക്കാതെ അങ്ങ് വെക്കണം. അപ്പോൾ അത് നല്ല രീതിയിൽ അവിടെ അങ്ങ് പ്രസ് ചെയ്തങ്ങ് ഇരുന്നോളും. ഭയങ്കര സിമ്പിളാട്ടോ ഈ ഒരു സാധനം. നമുക്ക് വേസ്റ്റായി കളയുന്ന പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. ഇപ്പോൾ ബിഗിനിങ്ങിലൊക്കെ നമ്മൾ ബോയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അധികം സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോ കൂടിയാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബോ ആണ്. അപ്പം നമുക്ക് ആദ്യം ഹെയർ ബോ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഞാനും ഇത് തുടങ്ങിയ സമയത്ത് ചെയ്ത ഒരു ഹെയർ ബോയുടെ ഒരു ഡിസൈനാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് കോട്ടൻ്റെ ക്ലോത്താട്ടോ, അതുകൊണ്ട് ഇത് അടങ്ങിയിരുന്നോളും. മറ്റേ ഇങ്ങനെ പരുപരുത്ത ക്ലോത്തല്ല, കോട്ടൻ്റെ ക്ലോത്താണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പം അപ്പോൾ ഇതുപോലത്തെ പല വെറൈറ്റീസുള്ള തുണികളൊക്കെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് വാങ്ങിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോ ആവുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.